പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷവും അനുദിന വിശുദ്ധരെയും കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3, 7 മുതൽ 15 വരെ വാക്യങ്ങൾ. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു. എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദേമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അനുദിന വിശുദ്ധർ. ഇന്നത്തെ വിശുദ്ധ ലിഡിന. വിശുദ്ധ ലിഡിന നെതർലാൻഡിലെ സ്കീഡം എന്ന സ്ഥലത്ത് 1380 ജനിച്ചു. ബാല്യത്തിൽ തന്നെ ഭക്തിയുള്ള ജീവിതം നയിച്ച അവൾ 15-ാം വയസ്സിൽ സ്കേറ്റിംഗ് ചെയ്യുന്നതിനിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റു. ആ അപകടത്തിനു ശേഷം അവൾ ദീർഘകാലം കിടപ്പിലായി. നിരവധി രോഗങ്ങൾ സഹിക്കേണ്ടി വന്നെങ്കിലും അവൾ തൻ്റെ വേദനകൾ ദൈവത്തിന് സമർപ്പിച്ചു. അവൾക്ക് ദൈവിക ദർശനങ്ങളും ആത്മീയ അനുഭവങ്ങളും ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. അവളുടെ സഹനവും വിശ്വാസവും കാരണം അനേകം ആളുകൾ അവളെ സന്ദർശിച്ചു ആശ്വാസം കണ്ടെത്തി. രോഗികളും ദുരിതം അനുഭവിക്കുന്നവരും അവളെ പ്രത്യേകമായി ആരാധിക്കുന്നു. 1433 അവൾ നിര്യാതയായി. വിശുദ്ധ ലിഡിന നമ്മെ പഠിപ്പിക്കുന്നത്, കഷ്ടതകളിലും ദൈവത്തിൽ വിശ്വാസം കൈവിടരുത്. വേദനകളെ ദൈവത്തിന് സമർപ്പിക്കുക. സഹനത്തിലൂടെ വിശുദ്ധത കൈവരിക്കാം.